This is 24. നമസ്കാരം. സൗന്ദര്യം എന്നത് നിങ്ങളുടെ ചർമ്മത്തിന്റെ സൗഖ്യത്തിലും അതിലുള്ള ആത്മവിശ്വാസത്തിലുമാണ് പ്രതിഫലിക്കുന്നത്. സൊമാലി അമേരിക്കൻ മോഡലായ ഇമാനിന്റെ വാക്കുകളാണിത്. അല്പം ശ്രദ്ധിച്ചാൽ ആരോഗ്യമുള്ള തിളങ്ങുന്ന ചർമ്മം ആർക്കും സ്വന്തമാക്കാമെന്ന ഓർമ്മപ്പെടുത്തലോടെ എല്ലാ പ്രേക്ഷകർക്കും ലൈവ് ഡോക്ടേഴ്സിലേക്ക് സ്വാഗതം. ത്വക് രോഗങ്ങൾക്കുള്ള ലേസർ ചികിത്സ എന്നതാണ് ഇന്ന് ലൈവ് ഡോക്ടേഴ്സ് ചർച്ച ചെയ്യുന്നത്. ഇതിനായി നമ്മോടൊപ്പമുള്ളത് റിനായ് മെഡ്സിറ്റിയിലെ ഡെർമറ്റോളജി വിഭാഗം സീനിയർ സ്പെഷ്യലിസ്റ്റായ ഡോക്ടർ ബേണി ജോസ് ആണ്. ഡോക്ടർ, ലൈവ് ഡോക്ടേഴ്സിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇപ്പൊ ലേസർ നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്, ലൈറ്റ് ആംപ്ലിഫൈഡ് ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. ഡോക്ടർ ഒരു പ്രകാശരശ്മി, ഒരു കത്തി പോലെ ഉപയോഗിക്കുന്നത്. എങ്ങനെയാണ് ഡോക്ടർ ഇത് ഉപയോഗിക്കുന്നത്? ത്വക്ക് രോഗ ചികിത്സയിലെ നൂതനമായ ചികിത്സാ രീതിയാണ് ലേസർ. ഇപ്പോൾ ഒരുപാട് കണ്ടീഷൻസ് നമുക്കിപ്പോൾ ലേസർ ഉപയോഗിക്കാം സ്കിൻ ഡിസോർഡേഴ്സിൽ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഹിർസുറ്റിസം, മെയിൽ പാറ്റേൺ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഹെയർ ഗ്രോത്ത്, അതായത് അമിത രോമ വളർച്ച. അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കുന്ന എൻഡിയാകും ഡയോഡുമാണ്. പിന്നെ ഒരു കോമൺ സിറ്റുവേഷൻ എന്ന് പറയുന്നത് പോസ്റ്റ് ആക്നെ സ്കാർസ്, നമ്മുടെ മുഖക്കുരുവിൻ്റെ വടുക്കൾ, അത് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് എർബിയമാണ്. പിന്നത്തെ ഒരു കോമൺലി വരുന്ന സിറ്റുവേഷനാണ് മെലാസ്മ, നമ്മുടെ 40 കഴിഞ്ഞ സ്ത്രീകളിൽ കണ്ടുവരുന്ന ബ്രൗണിഷ് ബ്ലാക്ക് പിഗ്മെൻറ്റേഷൻ ഓൺ ദ സ്കിൻ. അത് നമ്മൾ ഉപയോഗിക്കുന്ന ലേസർ എന്ന് പറയുന്നത് ക്യൂസ്വിച്ചും എർബിയോ മാറി ഉപയോഗിക്കാം. പിന്നെ ഒരു കോസ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിൻ്റെ ചുറ്റും ലൈറ്റ് മഞ്ഞ നിറത്തിലുള്ള തടിപ്പുകൾ, മെഡിക്കൽ ടേം ഇതിൻ്റെ സാൻഡലസ്മ പാട്രിബം എന്നാണ്. കൊളസ്ട്രോൾ ഡെപ്പോസിറ്റ്സ് തന്നെയാണ്. അപ്പോൾ അതിനൊന്നും ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഇല്ല. അപ്പോൾ ഇത് 3-4 സെറ്റിംഗ് കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും ചെയ്യാം. ക്യൂസ്വിച്ചാണ് നമ്മളിവിടെ ചെയ്യുന്നതും. പിന്നെ നമുക്ക് ജന്മനാലുള്ള മറുകുകൾ, എപ്പിഡമൽ നീവായി, നീവസ് ഓഫ് വാട്ടർ. നീവസ് ഓഫ് വാട്ടർ വളരെ കോമൺലി വരുന്ന ഒരു മറുകാണ്. ഒരു ഗ്രീനിഷ് ബ്ലൂ ടിഞ്ചുള്ള ഒരു മറുകാണ് കണ്ണിന് ചുറ്റും. അത് നമ്മൾ യൂസേജ് വിത്ത് മൾട്ടിപ്പിൾ സെറ്റിങ്സ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ കോമൺലി നമ്മൾ കാണുന്ന സ്ട്രെച്ച് മാർക്സ്, നമ്മൾ ഗർഭകാലാവസ്ഥയിലും വണ്ണം കൂടുമ്പോഴും കുറയുമ്പോഴും ഉണ്ടാകുന്ന സ്ട്രെച്ച് മാർക്സ്, അതിന് മൾട്ടിപ്പിൾ സെറ്റിങ്സ് വിത്ത് നമ്മൾ ആഡഡ് ക്രീംസും ആകുമ്പോൾ കുറച്ചുകൂടി റിസൾട്ട്സ് ആർ മച്ച് ഫാസ്റ്റർ. പിന്നെ നമ്മൾ ഈ പോസ്റ്റ് ട്രോമാറ്റിക് സ്കാർസ്, ഇപ്പോൾ എന്തിനും ചെറിയ ചെറിയ സ്കാർസിനും നമുക്ക് ലേസർ ഉപയോഗിക്കാം. പിന്നെ ഇത് കൂടാതെ നമ്മളെ പച്ചുകുത്തിയ ടാറ്റൂസ് ഉണ്ടല്ലോ, പണ്ടൊന്നും ഇതിനൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, പെർമനൻറ്റ് ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് പോലെ. അപ്പോൾ അതിന് നമുക്ക് മൾട്ടിപ്പിൾ സെറ്റിങ്സ് ഓഫ് ക്യൂസ്വിച്ച് ചെയ്താൽ നമുക്ക് ഒരു പരിധി വരെ നമുക്കത് മാറ്റാവുന്നതാണ്. ഇതൊക്കെയാണ് കോമൺലി നമ്മൾ ചെയ്യുന്ന കണ്ടീഷൻസ് ഇൻ സ്കിൻ. അപ്പോൾ നമ്മൾ ഈ ഹിർസുറ്റിസം അല്ലെങ്കിൽ അമിത രോമ വളർച്ചയിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ച് പേർക്കെങ്കിലും അറിയില്ല, ചിലർക്കെങ്കിലും ഫേഷ്യൽ ഹെയർ കാണും. പക്ഷേ ഇത് ഏതൊരു അവസ്ഥയിലാണ് വരേണ്ടത്? ഇതിനുള്ള കാരണങ്ങൾ, പ്രധാന കാരണങ്ങൾ PCOS ആകാം. ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് PCOS ആണ്, പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം ആണ്. ഇത് കൂടാതെ മറ്റ് എൻഡോക്രൈനൽ ഡിസോർഡേഴ്സിലും വരാറുണ്ട്. ഫോർ എക്സാമ്പിൾ കുഷിംഗ് സിൻഡ്രോം, അഡ്രിനൽ ഗ്ലാൻഡിൻ്റെ അമിത പ്രവർത്തനം, അല്ലെങ്കിൽ ചില മരുന്നുകൾ കൊണ്ട് വരാം. ഇപ്പോൾ ഓറൽ കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് അല്ലെങ്കിൽ ലിഥിയം, ഇത്തരം ഡ്രഗ്സ് കൊണ്ടും നമുക്ക് അമിത രോമ വളർച്ച വരാം. നമ്മളിവിടെ ചെയ്തു വരുന്നത് എൻഡിയാകും ഡയോഡുമാണ്. ഏരിയ ഓഫ് എവിടെയാണ് ഹെയർ, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനും അതിൻ്റെ കട്ടിയും അനുസരിച്ചാണ് ഏത് ലേസർ നമ്മൾ തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഡോക്ടർ ഈ എൻഡിയാകും ഡയോഡും പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, വേദനയുള്ള ലേസറും വേദനയില്ലാത്ത ലേസറും ഉണ്ട്. വേദന എന്ന് പറഞ്ഞാൽ ഒരുപാട് വേദനയല്ല. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താ? എൻഡിയാഗ് ഇച്ചിരി വേദന ഉണ്ടാവും, പക്ഷേ തിക്ക് ഹെയറിന് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് എൻഡിയാഗാണ്. ഡയോഡ് കുറച്ചും കൂടി വില്ലസ് ഹെയർ, കുറച്ചും കട്ടി കുറഞ്ഞ ഹെയറിന് ഡയോഡാണ്. ഡയോഡ് അധികം പെയിൻഫുൾ അല്ല, ഇറ്റ്സ് മോർ ഓഫ് എ പെയിൻലെസ് പ്രൊസീജിയർ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഏരിയ നമ്മൾ മുഖത്തൊക്കെ ആണെങ്കിൽ എൻഡിയാഗാണ് കുറച്ചും ഒപ്റ്റിമം. ബട്ട് ഫോർ ദ ബോഡി ഹെയർ ഡയോഡായിരിക്കും കുറച്ചും കൂടി പ്രിഫർ ചെയ്യുന്നത് നമ്മൾ. അപ്പോൾ ഈ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുമ്പോൾ ഒരു എത്ര സിറ്റിംഗ്, അത് ഡോക്ടർ പറഞ്ഞ പോലെ അതിൻ്റെ കട്ടി എവിടെയൊക്കെ ഇത് കാണപ്പെടുന്നു അതൊക്കെ അനുസരിച്ചാണെന്ന് പറഞ്ഞു. അതുപോലെ ഈ പ്രകാശരശ്മികളുടെ ആ ഒരു വേവ് ലെങ്ത്തും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കറക്റ്റ് പാരാമീറ്റേഴ്സ് ഫോർ ദ സ്കിൻ ടൈപ്പ്. അപ്പോൾ ഒരുപാട് സ്കിൻ ടൈപ്സ് ഉണ്ട്. അപ്പോൾ ഏത് സ്കിൻ ടൈപ്പിന് ഏത് പാരാമീറ്റർ വിത്ത് എക്സ്പീരിയൻസ് ഹാൻഡ്സ്, അപ്പോൾ ഒരിക്കലും അത് പാട് വരാനുള്ള ചാൻസസും കുറവാണ്. പിന്നെ മൾട്ടിപ്പിൾ സെറ്റിങ്സിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒരൊറ്റ സെറ്റിങ്ങിൽ അത് എന്തായാലും മാറാൻ പറ്റുന്നില്ല. മൾട്ടിപ്പിൾ സെറ്റിങ്സ് ഒരു 3 to 4 weeks ഗ്യാപ്പിലാണ് നമ്മൾ പതുക്കെ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡോക്ടർ ഇത് പറയുമ്പോൾ തന്നെ ആൾക്കാർക്ക് സംശയമുണ്ട്, നമ്മൾ ഈ മിക്സിയൊക്കെ ഉപയോഗിക്കുമ്പോൾ പല കാര്യങ്ങൾക്കും പല ബ്ലേഡും മാറ്റിയിടാം എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരേ കാര്യം ഉപയോഗിച്ചാണോ, എല്ലാവർക്കും ഒന്ന് തന്നെ ഉപയോഗിച്ചാണോ ഇതൊക്കെ ചെയ്യുന്നത്? അപ്പോൾ ഈ ഒരു പ്രകാശരശ്മി എങ്ങനെയായിരിക്കും വരുന്നതൊക്കെ സംശയങ്ങൾ കാണും. അപ്പോൾ ഓരോ കണ്ടീഷനും നമ്മൾ ഓരോ ഹാൻഡ് പീസാണ്, ലൈക്ക് ഓരോ ലേസറാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ ഇന്യൂമറേറ്റ് ചെയ്ത പോലെ ഇപ്പോൾ നമ്മൾ ഹെയർ റിമൂവലിന് നമ്മൾ എൻഡിയാകും
ഡയോഡും ആണ് ഉപയോഗിക്കുന്നത്. ആക്നെ സ്കാറിന് നമ്മൾ എർബിയോ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ടാറ്റു നമ്മൾ ക്യൂ സ്വിച്ച് ആണ്. വിത്ത് ലോട്ട് ഓഫ് ഹാൻഡ് പീസസ് ഉണ്ട്. അപ്പോൾ വെയിൽ ലെങ്ത്തും ഫ്രീക്വൻസി അനുസരിച്ച് ഇറ്റ് ചേഞ്ചസ് വിത്ത് സ്കിൻ കണ്ടീഷൻ. അതുപോലെ തന്നെ പലർക്കും വരുന്ന ഒരു പ്രശ്നമാണ് ഈ പോസ്റ്റ് ആഗ്നെ മാർക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ മുഖക്കുരു വന്ന ശേഷമുള്ള പാടുകൾ പലപ്പോഴും പലരുടെയും ആത്മവിശ്വാസം പോലും കെടുത്താറുണ്ട്. അപ്പൊ അതിന് ഫലപ്രദമായ ഒരു ചികിത്സ, ഇതിനെ കരിച്ചു കളയുക എന്ന് പറയുന്നത് ചെയ്യാൻ പറ്റും. അപ്പൊ അതെങ്ങനെയാണ് ഈ മുഖക്കുരുവിനുള്ള? മുഖക്കുരുവിന്റെ പാടുകൾ, വടുക്കൾ 3 ടൈപ്പ് ഉണ്ട്. ബോക്സ് സ്കാർ ഉണ്ട്, റോളിംഗ് സ്കാർ ഉണ്ട്, ഐസ് പിക് സ്കാർ ഉണ്ട്. അപ്പോൾ ഡിപ്പെൻഡിങ് ഓൺ ദാറ്റ് സിവിയറിറ്റി അനുസരിച്ച് വി ഡു എർബിയം ലേസർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ സ്കാറിന്റെ ഡെപ്ത് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. സോ അത് അത്രയും എവിഡൻ്റ് ആയിരിക്കത്തില്ല. അത് നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ അത് മനസ്സിലാവില്ല. സോ വി ജസ്റ്റ് എവിഡൻ്റ് ആക്കാത്ത രീതിയിൽ നമ്മളത് ചെയ്യും. മൾട്ടിപ്പിൾ സെറ്റിംഗ്സ്. എർബിയം ആണ് ദ ഒപ്റ്റിമം ലേസർ ഫോർ ദാറ്റ്. ഡോക്ടർ, ഒരു കോളർ ഉണ്ട് ചാലക്കുടിയിൽ നിന്ന്. ലിജു ബാബു ആണ്. ലൈവ് ഡോക്ടേഴ്സിലേക്ക് സ്വാഗതം. ഡോക്ടറിനോട് ചോദിക്കാം. ഹലോ ഡോക്ടർ. ചോദിച്ചോളൂ. ഹലോ, പറയൂ ലിജു, പറയൂ. ഞാൻ എന്റെ മകന്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. പറയൂ. അവന് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മുഖത്ത് ചെറിയ കുരുകൾ വന്നത്. ഇപ്പൊ +2 ആയിട്ടും ആ കുരുകളുടെ പാടുകളൊന്നും പോകുന്നില്ല. ഓക്കെ, ഇപ്പോഴും കുരുക്കൾ വരുന്നുണ്ടോ? ഇപ്പോഴും വരുന്നുണ്ടോ കുരുക്കൾ? അധികം വലിപ്പമില്ല, എന്നാലും കുരുക്കൾ വന്നിട്ട് കറുത്ത പാടുകളായി. അപ്പൊ ഞാനൊരു ഡോക്ടറെ കാണിച്ചിട്ട് ഒന്ന് പീലിംഗ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കുരുവാണ് നമ്മളിവിടെ ട്രീറ്റ് ചെയ്യുന്നത്. മുഖക്കുരു ട്രീറ്റ് ചെയ്യാതെ അതിൻ്റെ പാടിന് പോയിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ ആദ്യം അത് കൺട്രോൾ ചെയ്യുക. എന്നിട്ട് പറഞ്ഞ പോലെ നമുക്ക് പീലൊരു ഓപ്ഷനാണ്, ലേസറും ഒരു ഓപ്ഷനാണ്. നമുക്ക് പാടിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാം. ബട്ട് സ്റ്റിൽ കുരു കൺട്രോൾ ചെയ്യണം ആദ്യം തന്നെ. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു പലതരത്തിലുള്ള പാടുകളുണ്ട്. ഈ പറഞ്ഞതിൽ ബോക്സ് സ്കാർസ്, ഐസ് പിക് സ്കാർസ്, റോളിംഗ് സ്കാർസ്, കിലോഡൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് പലതരത്തിലുള്ള സ്കാർസ്, അതെങ്ങനെയാണ് അതിനെ വേർതിരിക്കുന്നത്? അല്ല, അത് നമ്മൾ കാണുമ്പോഴാണ് ലൈക്ക് ബോക്സ് തന്നെ, അതിൽ ഇറ്റ് ബി ലൈക്ക് എ ബോക്സ്. അപ്പോൾ ആ ഷേപ്പ് അനുസരിച്ചാണ് ആ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ആൻഡ് ബോക്സ് ആണ് ഏറ്റവും ഗ്രേഡ് 3 വരുന്നത്. ഏറ്റവും മൈൽഡ് ആയിട്ടുള്ളതാണ് ഐസ് പിക് സ്കാർ. അപ്പോൾ ഐസ് പിക്, റോളിംഗ്, ദെൻ കംസ് എ ബോക്സ് സ്കാർ. സിവിയാരിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഈ 2 എണ്ണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ ആൾക്കാരെ മലട്ടുന്ന ഒരു പ്രശ്നം കൊളസ്ട്രോൾ ഒക്കെ കൂടുതലുള്ളവർക്ക്, പ്രത്യേകിച്ച് സ്ത്രീകളിൽ കൊളസ്ട്രോൾ കൂടുമ്പോഴൊക്കെ ഈ ഡോക്ടർ പറഞ്ഞ കണ്ണിന് താഴെയുള്ള അത് കണ്ണിന് ചുറ്റും വരുന്ന ലൈറ്റ് മഞ്ഞ സ്ത്രീകളിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ കൊളസ്ട്രോൾ ഹൈ ഉള്ള എല്ലാവർക്കും അത് ഉണ്ടാവണമെന്നില്ല, സർട്ടൻ പീപ്പിൾ. അപ്പോൾ അതിന് നമ്മൾ ക്യൂ സ്വിച്ച് അല്ലെങ്കിൽ എർബിയം രണ്ടും നമുക്ക് മാറി ഉപയോഗിക്കാം. അത് ഡെപ്ത് അനുസരിച്ചാണ് വി ഡിസൈഡ് ഏത് ലേസറാന്നുള്ളത്. 3-4 സെറ്റിംഗ്സിൽ കംപ്ലീറ്റ് ആയിട്ട് ഇത് മാറ്റാം. അതോടൊപ്പം തന്നെ ഇവർക്ക് ഡോക്ടർ പറഞ്ഞല്ലേ കൊളസ്ട്രോൾ കൂടുമ്പോഴാണ് ഇതുണ്ടാകുന്നത്. അപ്പോൾ ഈ കൊളസ്ട്രോൾ പിന്നെ എപ്പോഴെങ്കിലും കൂടുമ്പോൾ വീണ്ടും ഇത് റെക്കർ ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. ചെറിയ ചാൻസ് ഉണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. ബട്ട് നമ്മൾ ചെറിയ ഒരു മോയ്സ്ചറൈസേഴ്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് അധികം വരാതെ അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അത് കൺട്രോൾ ചെയ്യുകയും ചെയ്യണം. കൊളസ്ട്രോൾ ലെവൽസ് ദേ ഹാവ് ടു കൺട്രോൾ. അതുപോലെ തന്നെ നമ്മൾ ഇന്ത്യൻസിന് അത്ര ഇല്ല എങ്കിൽ തന്നെയും ഈ ക്രോസ് ഐയുടെ 2 സൈഡിലും ചുളിവുകൾ ഉണ്ടാവാം. അപ്പോൾ ചിലർക്ക് സംശയമുണ്ട് ഇത്തരത്തിലുള്ള ചുളിവുകളൊക്കെ ലേസർ ട്രീറ്റ്മെന്റ് കൊണ്ട് മാറാം. സർജിക്കൽ ഓപ്ഷൻ വേണ്ട എന്നിപ്പോൾ ബൊട്ടോക്സും ഫില്ലേഴ്സും ഒന്നും വേണ്ടാത്ത ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ നമുക്ക് ലേസറിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. വി ഡു എർബിയം ആൻഡ് ക്യൂ സ്വിച്ച്. നമുക്ക് അതിലുകൊണ്ട് നല്ല മൾട്ടിപ്പിൾ സെറ്റിംഗ്സ് വേണം. ഇതൊന്നും ഒരു സെറ്റിംഗിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. വി നീഡ് മൾട്ടിപ്പിൾ സെറ്റിംഗ്സ്. അതുപോലെ തന്നെ ഡോക്ടർ പറഞ്ഞു പലതരത്തിലുള്ള സ്കാർസ് ഉണ്ട്. അപ്പോൾ പലരെയും അലട്ടുന്ന ഒന്നാണ് ഈ സർജിക്കൽ സ്കാർ എന്ന് പറഞ്ഞാൽ പോസ്റ്റ് സർജിക്കൽ സ്കാർ, പോസ്റ്റ് ട്രോമാറ്റിക് സ്കാർസ്, അതുപോലെ തന്നെ സ്ട്രെച്ച് മാർക്സ്. അത് ഇതിനെല്ലാം ഇപ്പം നമ്മൾ ക്രീംസ് മാത്രമാകുമ്പോൾ അത് ഒത്തിരി സമയം പിടിക്കും. അപ്പോൾ ലേസറും കൂടി ഒരു അഡ്ജുവൻ്റ് ആയിട്ട് ആഡ് ചെയ്യുമ്പോൾ റിസൾട്ട്സ് കുറച്ചുകൂടി വേഗം നമുക്ക് കാണാം. ട്രോമാറ്റിക് സ്കാർസ് നല്ല റിസൾട്ട് തന്നെയുണ്ട് നമുക്ക്. അതുപോലെ തന്നെ ഇതൊന്നും അല്ലാതെ മറ്റേതൊക്കെ ചികിത്സ കാര്യങ്ങൾക്ക് ഈ കൂടുതൽ ആൾക്കാർ ഇതിനായിട്ട് വരാറുണ്ട് ലേസർ ട്രീറ്റ്മെന്റ്? ഫ്രെക്കിൾസിന് നമ്മൾ സ്മോൾ ഡാർക്ക് സ്പോട്ട്സ്, നമ്മൾ സൺ എക്സ്പോഷറാണ് ഒരു കോസ്. അപ്പോൾ അതിനും നമ്മൾ സ്മോൾ സ്പോട്ട്സ് ആയിരിക്കും. അതിന് നമുക്ക് എർബിയം ഉപയോഗിക്കാം, എർബിയം ക്യൂ സ്വിച്ച് ഉപയോഗിക്കാം. 3-4 സെറ്റിംഗ്സിൽ നമുക്ക് മാറ്റാവുന്നതാണ്. പിന്നെ പ്രിവെൻറ്റീവ് മെത്തേഡ്സ് ലൈക്ക് സൺസ്ക്രീൻ ഒക്കെ ഉപയോഗിക്കണം ടു മെയിൻറ്റെയിൻ അതിൻ്റെ എഫക്റ്റ്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഒരു 40+ ഒക്കെ ആകുമ്പോൾ ഈ മെലാസ്മയൊക്കെ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. പലർക്കും അത് ഒരു സൗന്ദര്യ പ്രശ്നവും ഒരു ആത്മവിശ്വാസ പ്രശ്നവും ഒക്കെ ആവും. അപ്പോൾ ഈ കാര്യങ്ങൾ ഈ ഹോർമോണൽ ചേഞ്ചിനെ ട്രീറ്റ് ചെയ്യാതെ ലേസർ ട്രീറ്റ്മെന്റ് കൊണ്ട് മാത്രം നമുക്ക് മാറ്റാൻ പറ്റുമോ? അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യണം. ഇഫ് ദേ ഹാവ് എ ഹോർമോണൽ ഇഷ്യൂ അത് ട്രീറ്റ് ചെയ്യണം. അപ്പോൾ അതൊന്നുമില്ല, ജസ്റ്റ് ഒരു പാട് മാത്രമാണെങ്കിൽ സൺസ്ക്രീൻസ് ആൻഡ് ദ ലേസർ മതിയാവും. അണ്ടർലൈൻ എന്തെങ്കിലും കോസ് ഉണ്ടെങ്കിൽ ട്രീറ്റ് ചെയ്തിട്ട് തന്നെ മുന്നോട്ട് പോകാവൂ.
PCOD നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടേ മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞ പോലെ. അതെ, അതുപോലെ തന്നെ ഈ ലേസർ ചികിത്സയ്ക്ക് വരുമ്പോൾ മറ്റേത് ചികിത്സയ്ക്കാണെങ്കിലും നമുക്കറിയാം ഒരാളുടെ മെഡിക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ വ്യക്തിക്ക് എന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷൻസ് ഉണ്ടോ, ചില തരത്തിലുള്ള മരുന്ന്, അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഹിസ്റ്ററിയിൽ നമ്മൾക്ക് ലേസർ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഒന്ന് പ്രഗ്നൻസിയിലാണ്. പ്രഗ്നൻസിയിൽ പ്രൂഫ് സ്റ്റഡീസ് ഒന്നുമില്ല, അപ്പോൾ വി അവോയ്ഡ്. പിന്നെ പ്ലാനിങ് ഫോർ പ്രഗ്നൻസിയും കഴിയുന്നത് നമ്മൾ അവോയ്ഡ് ചെയ്യും. പിന്നെ നമ്മൾ ഇപ്പോൾ പാസ്റ്റ് ഹിസ്റ്ററിയിൽ നമ്മൾ ഐസോട്രെറ്റിനോയിൻ എന്ന ഗുളിക കഴിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഒരു 6 months ഗ്യാപ്പിൽ നമുക്ക് ലേസർ ചെയ്യാം. കാരണം അത്രയും പേഷ്യൻസ് സ്കാറിങ്ങിനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ്. പിന്നെ നമ്മൾ ചെയ്യുന്ന ഏരിയയിൽ വല്ല എന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷൻ ലൈക്ക് ഹെർപ്പസ് സിംപ്ലക്സോ ഹെർപ്പസ് സോസ്റ്റർ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഹീൽ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ലേസർ ചെയ്യാവൂ. അപ്പോൾ അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള ഏതൊക്കെ സ്കിൻ ഡിസീസസിന് നമുക്ക് ലേസർ ഉപയോഗിക്കാൻ പറ്റും? സ്കിൻ ഡിസീസസ്, ഒരു സൗന്ദര്യ സംരക്ഷണം എന്നതിലുപരിയായിട്ട് ഏതെങ്കിലും ചർമ്മ രോഗം, സോറിയാസിസും വിറ്റിലിഗിലും നമുക്ക് ഉപയോഗിക്കാം. എക്സൈമർ ലേസറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ മെഡിക്കലി ആണ് കുറച്ചും കൂടി നല്ല. ബട്ട് ഇതിൻ്റെ ആഡഡ് എഫക്റ്റ് കൂടി ആകുമ്പോൾ കുറച്ചും കൂടി വേഗമായിരിക്കും നമുക്ക് എഫക്റ്റ് കിട്ടുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ലേസർ എന്ന് പറയുന്നു പ്രകാശരശ്മി ഉപയോഗിച്ച് ചികിത്സ നടത്തുമെന്ന് പറയുന്നത്, അപ്പോഴൊക്കെ ഈ കേട്ടിരിക്കുന്നവർക്കൊരു സംശയം തോന്നി, എന്താണ് ഇതിൻ്റെ ഒരു പ്രൊസീജിയർ? ഞങ്ങൾ വന്ന് ഡോക്ടറിൻ്റെ മുന്നിലിരുന്ന് കഴിഞ്ഞാൽ ഡോക്ടർ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നൊരു സംശയം തോന്നും. അല്ല, ആദ്യം തന്നെ നമ്മൾ ഇവരെ കൗൺസിൽ ചെയ്യും. ഇതൊക്കെയാണ് എൻ്റെ ഇത്തരം മൾട്ടിപ്പിൾ സെറ്റിങ്സിലാണ് എന്താണ്. ഇപ്പോൾ അവർ അണ്ടർലൈൻ കോസ് ഉണ്ടെങ്കിൽ അത് ആദ്യം ട്രീറ്റ്. ഇപ്പോൾ PCOD ഫോർ എക്സാമ്പിൾ, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഒപ്പം തന്നെ നമുക്ക് ലേസർ കൊണ്ടാവാം. പിന്നെ മൾട്ടിപ്പിൾ സെറ്റിങ്സ് ആണ്. പിന്നെ ലേസർ കഴിഞ്ഞിട്ടുള്ള ഒരാഴ്ച അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ. അത് ആ ഡോക്ടർ പറയുന്ന പോലെ തന്നെ ചെയ്തെങ്കിൽ നമ്മൾ ചെയ്തതിൻ്റെ ഫലം ഇല്ലാതെയാവും. സൺസ്ക്രീൻ, ക്ലെൻസർ അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക് ക്രീംസ്, അത് ഡോക്ടർ പറയുന്നതിൽ ചെയ്തില്ലെങ്കിൽ നമ്മൾ ചെയ്തതിൻ്റെ ഗുണം കൂടി നമുക്ക് കിട്ടാതെ വരും. അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള ഒരുപാട് ചികിത്സകളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചികിത്സകളൊക്കെ കഴിയുമ്പോൾ ചിലപ്പം PIH, പോസ്റ്റ് ഇൻഫ്ലമേറ്ററി ഹൈപ്പർ പിഗ്മെന്റേഷൻ ഡാൻസ്, പക്ഷേ ഈ ലേസറിന് ശേഷം അതുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇപ്പോൾ ഇലക്ട്രോലൈസിസ് പണ്ട് നമുക്ക് അത് മാത്രമേ ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അപ്പോൾ PIH, പോസ്റ്റ് ഇൻഫ്ലമേറ്ററി ഹൈപ്പർ പിഗ്മെന്റേഷൻ ചാൻസസ് ഒത്തിരി കൂടുതൽ. പക്ഷേ ലേസറിന് ഞാൻ പറഞ്ഞല്ലോ സ്കിൻ ടൈപ്പ് അനുസരിച്ച് ഒരു കറക്റ്റ് പാരാമീറ്റർ വിത്ത് എക്സ്പീരിയൻസ് ഹാൻഡ് PIH-നുള്ള ചാൻസ് വളരെ കുറവാണ്. അതാണ് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ലേസറിൻ്റെ. പിന്നെ പേഷ്യൻ്റ് കംഫർട്ട്. അതുപോലെ തന്നെ ഈ ലേസർ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ആ ചെയ്യുന്ന ഭാഗത്ത് മുഖത്തൊരു ചെറിയ ചുവപ്പും ചെറിയ തടിപ്പും ഒക്കെ, അപ്പോൾ ആൾക്കാർക്ക് ഒരു ടെൻഷൻ തോന്നിക്കും, ഇതെന്താ ഇത്? അത് ഡൗൺ ടൈം എന്ന് പറയും. നമ്മൾ പോസ്റ്റ് ലേസറിൻ്റെ ഡൗൺ ടൈം, അതായത് ഒരാഴ്ചത്തേക്ക് ആദ്യം ചെറുതായിട്ടൊന്ന് ചുമക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹെയർ ലേസർ എന്ന് എടുക്കട്ടെ, അപ്പോൾ ചുമക്കും, പിന്നെ ചെറുതായിട്ടൊന്ന് ഡാർക്കൺ ആവും, പിന്നെ പതുക്കെ അത് പീൽ ഓഫ് ചെയ്യും. അതപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കും ഓരോ ലേസറിന് ഓരോ ടൈപ്പ് ഓഫ് ഡൗൺ ടൈമാണ്. യൂഷ്വലി 7 to 10 days ആണ് നമ്മൾ പറയുന്നത്, ഡിപ്പെൻഡിങ് ഓൺ ദ ലേസർ. ഡോക്ടർ, ഒരു കോളർ റോഡ് ഉണ്ട്. പട്ടാമ്പിയിൽ നിന്ന് രഞ്ജിത്താണ്. ലൈഫ് ഡോക്ടേഴ്സിലേക്ക് സ്വാഗതം. ഡോക്ടറിനോട് ചോദിക്കാം. ഹലോ, ചോദിച്ചോളൂ. ഹലോ സാറേ, പറയൂ. ഈ കുട്ടിയുടെ കാലുമ്പോൾ ചെറിയൊരു പാണ്ടുമാരിൽ ചെറിയൊരു കറുത്ത നിറമാണ് കാണുന്നുണ്ടേ. ഒരു കറുത്ത നിറം കാണുന്നുണ്ട്. കറുത്ത നിറം പഴുത്തിട്ട് പിന്നെ കുട്ടിക്ക് വലുതായി വരികയാണ്. എവിടെയായിട്ടാണ് കറുപ്പ് നിറം ഉള്ളത്? കാലിന്റെ മുകളിലേ. ഓക്കെ. അപ്പൊ അത് 2 വട്ടമായിട്ട് ഞങ്ങള് പിന്നെ പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ കാണിച്ചു. അപ്പൊ കാണിച്ചപ്പോ ഡോക്ടർ വേണമെങ്കിൽ രക്തം ടെസ്റ്റ് ചെയ്യണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ 2 വട്ടം കാര്യം അത് ഉണങ്ങിയിട്ട് കാലിന്റെ മുകളിലൊക്കെ ഇങ്ങനെ പഴുത്ത് വലുതായി വരിക. ചൊറിച്ചിലുണ്ടോ? ചൊറിച്ചിലുണ്ട്. അപ്പോൾ അത് ഒരു സ്കിൻ ഇൻഫെക്ഷൻ ആണ്. അത് ഒന്നില്ലെങ്കിൽ അത് എക്സീമ ആവാം, അല്ലെങ്കിൽ വേറെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഡെർമറ്റോളജിസ്റ്റിൽ കണ്ടെടുക്കാവുന്നതാണ്. ലേസറായിട്ട് ബന്ധമൊന്നുമില്ല അതിന്. ഇപ്പോൾ നമുക്ക് ഈയിടെയായിട്ട് എനിക്ക് തന്നെ കാണുമ്പോൾ ഒരുപാട് യങ്സ്റ്റേഴ്സിന് ഒരു ക്രേസാണ് ടാറ്റു ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ചിലരത് ഒരു കളറുള്ള ടാറ്റു ചെയ്യും, ചിലർ മൾട്ടി കളേർഡ് ടാറ്റു ചെയ്യും. പക്ഷെ കുറേ നാളിന് ശേഷം പല റെസ്ട്രിക്ഷൻസ് ഉണ്ടാവാം, ചിലപ്പോൾ ആദ്യം എഴുതിയ പേര് മായ്ക്കണമെന്നുണ്ടാവും. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് ഇവർക്ക് ഇത് വേണ്ടാന്ന് വെക്കുമ്പോൾ മായ്ക്കാൻ ഒരു വഴിയില്ലായിരുന്നു. പക്ഷെ ഇപ്പം ഡോക്ടർ പറയുന്നത് അതിനൊരു വഴിയുണ്ട്. നമുക്കിപ്പോൾ ടാറ്റു റിമൂവൽ പറഞ്ഞാൽ ക്യൂസുച്ച് ആണ് ദ ബെസ്റ്റ് ലേസർ ഫോർ ദ ടാറ്റു. അപ്പോൾ നമുക്ക് സിംഗിൾ കളർ ടാറ്റു ആണെന്ന് വെച്ചാൽ ഇറ്റ്സ് മോർ ഈസി. പെട്ടെന്ന് ഒരു 3-4 സെറ്റിങ്സ് മൾട്ടി കളറിലേക്ക് ഓറഞ്ചും റെഡും ഒക്കെ കലർന്ന ടാറ്റൂസ് ആണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ സെറ്റിങ്സ് വേണ്ടി വരും. പക്ഷേ എന്നാലും നമുക്ക് മാറ്റാം. പണ്ടത്തെ പോലെ മാറ്റാൻ പറ്റില്ല എന്നത് കുഴപ്പമില്ല. ആ ഒരു പ്രശ്നമായിട്ട് കിടക്കുന്നത് ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് നമുക്ക് വേണമെങ്കിൽ മാറ്റാം. അപ്പോൾ ഈ ടാറ്റു റിമൂവ് ചെയ്യാൻ വരുന്ന ആൾ ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ? പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മൾ വേറെ എന്തെങ്കിലും ബ്ലഡ് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ബ്ലഡ് ചെക്കപ്പ് വേണമെങ്കിൽ ആവാം. അത് എവിടെ നിന്നാണ് ടാറ്റു ചെയ്തതെന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. പ്രൊഫഷണലായിട്ട് എവിടെ നിന്ന് അത് മാത്രം ഒന്ന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം, അത്രയേ ഉള്ളൂ.
ഇപ്പൊ ഡോക്ടർ പറഞ്ഞു ഇതിന് ശേഷമുള്ള പാടുകൾ PIH ഉണ്ടാകുന്നില്ല. അതിലുപരിയായിട്ട് കുറെ അഡ്വാൻറ്റേജസ് ഈ ലേസർ ട്രീറ്റ്മെന്റ് ഉണ്ട്. നമ്മളൊരു മെഡിക്കേഷനിലേക്ക് പോകുന്നില്ല. അപ്പൊ എന്തൊക്കെ അഡ്വാൻറ്റേജസ്? ഇത് നോൺ ഇൻവേസീവ് പ്രൊസീജിയർ, സർജിക്കൽ പ്രൊസീജിയർ അല്ലാതെ ഒന്ന്. പിന്നെ പേഷ്യൻ്റ് കംഫർട്ട്, പിന്നെ മറ്റ് പ്രൊസീജിയേഴ്സ് വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി വേഗമാണ് ഇതിൻ്റെ എഫക്റ്റ് നമുക്ക് കിട്ടുന്നത്. അത് മാത്രമല്ല ഇത് ലോങ് ടേം ആണ്, കുറച്ചും കൂടി ലോങ് ടേം ആണ്. മറ്റ് പ്രൊസീജിയേഴ്സിനെ അപേക്ഷിച്ച് ഇപ്പോൾ പീലിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ലോങ് ടേം ആണ് ഇതിൻ്റെ എഫക്റ്റ്. ഇപ്പോൾ ഇതൊക്കെയാണ് യൂഷ്വലി അഡ്വാൻറ്റേജസ്. അതുപോലെ തന്നെ ഈ സ്ത്രീകൾക്ക് ഒരുപാട് പ്രശ്നമുള്ള, ചിലപ്പോൾ പെട്ടെന്ന് അവർ തടി വെക്കും, പെട്ടെന്ന് തടി കുറയും. അപ്പോൾ ഈ സ്ട്രെച്ച് മാർക്സ് ഒരുപാടുണ്ടാവും. അപ്പോൾ അവർക്കൊരു ടെൻഷൻ ഉണ്ടാവും, ഈ സ്ട്രെച്ച് മാർക്സ് മാറ്റാൻ പറ്റുമോ, അല്ലെങ്കിൽ ഈ ക്രീമുകളും ഓയിൻമെന്റുകളും ഒക്കെ ഒരുപാട് കാലം പരീക്ഷിക്കുന്നവരുണ്ട്. അപ്പോൾ ലേസറിന് ഇതിന്റെ ഒരു മെച്ചം എന്താണ്? ലേസറിന് പ്രശ്നം വെച്ചാൽ പ്രഗ്നൻസി അല്ലെങ്കിൽ ഹോർമോണൽ ഇഷ്യൂസിലാണ് നമ്മൾ സ്ട്രെച്ച് മാർക്സ് കണ്ടുവരുന്നത്. അപ്പോൾ പ്രഗ്നൻസി അല്ല മറ്റേ ഹോർമോണൽ ഇഷ്യൂസ് ആണെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അപ്പോൾ വൺസ് അത് എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ERBM ലേസറിനോട് നമുക്ക് ചെയ്യാം. മൾട്ടിപ്പിൾ സെറ്റിങ്സ് ആണ്, ക്രീംസ് വിത്ത് ആഡഡ് ക്രീംസ്. അപ്പോൾ നമുക്ക് പണ്ട് ക്രീംസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നമുക്ക് ലേസറും കൂടെ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ 70% നമുക്ക് മാറ്റാൻ പറ്റും സ്ട്രെച്ച് മാർക്സ്. ഇപ്പോൾ ഡോക്ടർ കുറേ ബർത്ത് മാർക്സിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ പലർക്കും സംശയം ഉണ്ടാകും ഇത് ഏതൊക്കെ. ഡോക്ടർ കുറച്ച് ടെക്നിക്കൽ നെയിംസ് ഒക്കെ പറഞ്ഞു, നേവീസ് ഓഫ് ദ ഉട്ട എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് കാണുന്നത്, എങ്ങനെയാണ് കാണുന്നത്, അപ്പോൾ ഏതൊക്കെ മാർക്കുകൾ മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് അവരൊന്നും അറിയണ്ടേ? നീവസ് ഓഫ് ഓട്ട ഇസ് അറൌണ്ട് ദ ഐസ്, ഒരു ലൈറ്റ് ബ്ലൂയിഷ് ഗ്രീൻ ടിൻച്ചുള്ള മാർഗാണ്. വളരെ കോമൺ ആയിട്ടൊരു മാർഗാണ്. കണ്ണിന്റെ ഈ ചുറ്റും ഈ ഏരിയയിലാണ് നമ്മൾ യൂഷ്വലി കണ്ടുവരുന്നത്. കണ്ണിനെ എഫക്റ്റ് ചെയ്യും, അതാണ് ആ പേര് നീവസ് ഓഫ് ഓട്ട. അപ്പോൾ അത് നമ്മൾ പണ്ടെന്ന് വെച്ചാൽ ഓപ്ഷൻ ഉണ്ടായി. ഇപ്പോൾ ക്യൂ സ്വിച്ച് ആണ് അതിൻ്റെ ഒപ്റ്റിമം ലേസർ ആൻഡ് മൾട്ടിപ്പിൾ സെറ്റിങ്സ്. നമുക്ക് ആ പേഷ്യൻ്റ് കോൺഫിഡൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും. അവിടെ നിന്ന് ചില ഡയറക്ഷൻ വന്നതുപോലെ എനിക്ക് തോന്നിയത് അതുകൊണ്ട്. അപ്പോൾ ഈ ഒരു ചികിത്സയ്ക്ക് ശേഷം ഡോക്ടർ പറഞ്ഞു കുറേ കാര്യങ്ങൾ രോഗി ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ചികിത്സയ്ക്ക് ശേഷം ഡോക്ടർ പറയുന്നു ഇന്ന ക്രീമുകൾ ഉപയോഗിക്കണം, വെയിൽ കൊള്ളാൻ പാടില്ല, ഇത്തരത്തിലുള്ള എന്തെങ്കിലും നിർദ്ദേശം? 1 week ആഫ്റ്റർ ലേസർ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റുള്ള ഫോർ എക്സാമ്പിൾ ബീച്ചിലും സ്വിമ്മിങ്ങിലും ഒന്നും പോകാൻ പാടില്ല. അതൊന്ന്. 2, നമ്മൾ സൺ കോൺഷ്യസ് ആയിരിക്കണം. സൺസ്ക്രീൻ റൗണ്ട് ദ ക്ലോക്ക് അപ്ലൈ, വെദർ യു ഇൻഡോർ ഔട്ട്ഡോർ ആണോ ഇൻഡോർ ആണെങ്കിൽ പോലും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം. ഒന്ന്. പിന്നെ നല്ലൊരു ക്ലെൻസർ, അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഒരു പോസ്റ്റ് ആൻറ്റിബയോട്ടിക്കും നമ്മൾ ചില അവസരങ്ങളിൽ ഇടാറുണ്ട്. അപ്പോൾ പിന്നെ ഒരു ക്ലെൻസർ. ഇത്തരം കാര്യങ്ങൾ ഡോക്ടർ പറയുന്ന പോലെ ചെയ്ത് ആ 1 week ചെയ്യേണ്ടതാണ്. ഓക്കെ. അപ്പോൾ ഡോക്ടറിന് ഇതൊന്നുമല്ലാതെ കുറേ രോഗികൾ വരാറുണ്ടോ? ചർമ്മത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, ചർമ്മത്തിൻ്റെ ആരോഗ്യം പ്രശ്നം ഉണ്ടാക്കുന്നു, എനിക്ക് പാടുകൾ വരുന്നു, പഴയതുപോലെ അല്ല എൻ്റെ സ്കിൻ, അത്ര ഹെൽത്തി അല്ല. അപ്പോൾ ആരോഗ്യമുള്ള ഒരു ചർമ്മം സൂക്ഷിക്കാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നന്നായിട്ട് വെള്ളം കുടിക്കുക. പിന്നെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നന്നായിട്ട് കഴിക്കുക. പിന്നെ ഉള്ളത് നല്ലൊരു സൺസ്ക്രീൻ, സ്കിന്നിന് സൂട്ട് ചെയ്യുന്ന രീതിയിലുള്ള സൺസ്ക്രീൻ. ഇപ്പോൾ ഓയിലി ആണോ ഡ്രൈ ആണോ കോമ്പിനേഷൻ സ്കിന്നാണോ അതനുസരിച്ച് വേണം സൺസ്ക്രീൻ തിരഞ്ഞെടുക്കാൻ. ഇപ്പോൾ ഒരു ഡെർമറ്റോളജിസ്റ്റ് കണ്ട് അവർ പറഞ്ഞു ഏത് സൺസ്ക്രീൻ നമുക്ക് സൂട്ട് ചെയ്യുന്നതെന്ന്. പിന്നെ ഒരു ക്ലെൻസർ വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു നല്ലൊരു ക്ലെൻസർ. പിന്നെ ഒരു മോയ്സ്ചറൈസർ. പിന്നെ ഇഫ് പോസിബിൾ ഒരു ടോണറൊക്കെ വൺസ് 2 weeks ഒക്കെ മതിയും. പിന്നെ ഇഫ് പോസിബിൾ ടൈം അഡ്വൈസ് ചെയ്യുകയാണെങ്കിൽ പറ്റുമെങ്കിൽ ഇച്ചിരി എക്സസൈസും സച്ച് തിങ്സ് ഒരു പരിധിവരെ നമുക്ക് സ്കിന്നിനെ ആരോഗ്യകരമായിട്ട് കൊണ്ടുപോകാം. ഡോക്ടർ പറഞ്ഞ പോലെ നമുക്ക് എല്ലാവർക്കും അറിയാത്ത ഒരു കാര്യമാണ് നമ്മുടെ ഒരു സ്കിൻ ടൈപ്പ് ഏതാണ്. പലപ്പോഴും നമ്മൾ ഈ മേക്കപ്പ് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ പോലും നമ്മുടെ ഒരു സ്കിൻ ടോൺ എന്താണ്, ഏത് തരത്തിലുള്ള സ്കിൻ ആണെന്ന് ആൾക്കാർക്ക് അറിയില്ല. ഓയിലി സ്കിൻ ആണോ കോമ്പിനേഷൻ സ്കിൻ ആണോ, അത് ചിലപ്പോൾ നമുക്ക് പരിശോധിച്ചാൽ അറിയില്ലെങ്കിൽ അത് ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റ് കണ്ട് അവർക്ക് പറഞ്ഞു തരാവുന്നതാണ്. യൂഷ്വലി 3 ടൈപ്പാണ്: ഡ്രൈ സ്കിൻ, ഓയിലി സ്കിൻ, കോമ്പിനേഷൻ സ്കിൻ. അപ്പോൾ അതൊരു ഡോക്ടറെ കണ്ടാൽ അത് അവർ പറഞ്ഞു തരും ഏത് ടൈപ്പ് ഓഫ് സ്കിന്നാണ് അവരുടെ. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് സ്കിൻ അനുസരിച്ച് സ്കിൻ ഡിസീസസിനുള്ള ചികിത്സയും ഈ കോസ്മെറ്റിക് ട്രീറ്റ്മെന്റ്സും ഒക്കെ വേരി ചെയ്യാറുണ്ട്. ക്രീംസ് എല്ലാം മാറും. ഇപ്പോൾ ഓയിലി സ്കിന്നിന് കൊടുക്കുന്ന ക്രീംസ് ആയിരിക്കില്ല നമ്മൾ ഡ്രൈ സ്കിന്നിന് കൊടുക്കുന്നത്. അപ്പോൾ അത് ഒത്തിരി മാറ്റം. ഇപ്പോൾ സൺസ്ക്രീൻ ആണെങ്കിൽ പോലും ഡ്രൈ സ്കിന്നിന് കൊടുക്കുന്ന സൺസ്ക്രീൻ ആയിരിക്കത്തില്ല നമ്മൾ ഓയിലി സ്കിന്നിന് കൊടുക്കുക. അപ്പോൾ ആ രീതിയിൽ മാറ്റം വരുന്നുണ്ട്. ഡോക്ടർ, ഒരു കോളർ ഉണ്ട് കൊച്ചിയിൽ നിന്ന്, അബ്ദുൾ ലത്തീഫ് എന്നാണ് ഞാൻ കേട്ടത്. ലൈവ് ഡോക്ടേഴ്സിലേക്ക് സ്വാഗതം. ഡോക്ടറിനോട് ചോദിക്കാം. പറയൂ. ഹലോ മാഡം, എനിക്ക് ശരീരത്തിന്റെ പല ഭാഗത്തും ഈ അരിമ്പാറ പോലെ വന്നിരിക്കുന്നേ. അപ്പൊ അത് ലേസർ ട്രീറ്റ്മെന്റ് നടത്താൻ പറ്റുമോ? ചെയ്യാം. നമുക്ക് ചിലവാകുക അത് നമ്മൾ ഏരിയയും എത്ര എണ്ണം അനുസരിച്ചാണ് നമ്മൾ ചിലവ് വരുന്നത്. അപ്പോൾ ശരീരത്തിൽ ഒത്തിരി ഉണ്ടോ? എവിടെയാണ് കൂടുതലും? കണ്ണിന്റെ വശത്തായിട്ടും ഇല്ല, അധികം ചിലവ് വരുന്ന പ്രൊസീജിയർ അല്ല. ലേസർ ഉണ്ട്. ലേസർ ചെയ്ത് കഴിഞ്ഞാൽ പാട് വരാനുള്ള ചാൻസസ് വളരെ കുറവാണ്.
പ്രായമാകുന്തോറും ഉണ്ടാകുന്ന ഈ ഏജ് സ്പോട്സ് എന്ന് പറയുന്നത്, ഇപ്പൊ അദ്ദേഹം ഫ്രെക്കിൾസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് എന്തായാലും പ്രതിരോധിക്കാൻ പറ്റില്ല, പ്രായത്തോടൊപ്പം തന്നെ വരുന്നതാണിത്. അപ്പോൾ വന്നു കഴിഞ്ഞ് അതിന്റെ തുടക്കത്തിൽ തന്നെ എടുക്കുന്ന ചികിത്സ അതിന് വല്ല പ്രാധാന്യമുണ്ടോ? അല്ലെങ്കിൽ ചിലർ കുറെ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ടായിരിക്കും ഡോക്ടറിന്റെ അടുത്തേക്ക് വരുന്നത്. ഫ്രെക്കിൾസ് വന്ന് നല്ലൊരു സൺസ്ക്രീൻ വെച്ച് അത് പ്രിവെന്റ് ചെയ്യാവുന്നതാണ് ഒരു പരിധി വരെ. അപ്പോൾ തുടക്കത്തിൽ തന്നെ അത് നമുക്കത് ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ സൺസ്ക്രീൻ വെച്ച് മാനേജ് കുറച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ വരാതെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം. വന്നത് നമുക്ക് ഒന്നില്ലെങ്കിൽ ക്രീംസ് അല്ലെങ്കിൽ ലേസറിൽ കളയാവുന്നതാണ്. അതുപോലെ തന്നെ പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഉറക്കവും ചർമ്മത്തിന്റെ ആരോഗ്യവും തമ്മിൽ ഒരുപാട് ബന്ധമാണ്. പ്രത്യേകിച്ച് ഉറക്കം നമുക്ക് ഒരുപാട് ഉപേക്ഷിക്കപ്പെടുകയാണെങ്കിൽ നമ്മുടെ കണ്ണിന് ചുറ്റും സ്കിന്നിന് ഒരുപാട് പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാവും. അപ്പൊ ഈ ഉറക്കം എത്ര സമയം വേണ്ടിവരും നമ്മുടെ സ്കിൻ ആരോഗ്യമുള്ളതായിരിക്കും? 6 to 7 hours വേണം ആരോഗ്യമായ സ്കിന്ന് മാത്രമല്ല ഫോർ ഹെൽത്തി ബോഡി ഓൾസോ. അപ്പം എന്തായാലും 6 to 7 മണിക്കൂർ ഉറങ്ങുന്നത് എപ്പോഴും ഉത്തമമാണ്. അപ്പൊ നമ്മുടെ ശരീരത്തെ മുഴുവൻ പൊതിഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നമ്മുടെ ഒരു ആവശ്യമാണ്. അപ്പൊ പ്രത്യേകിച്ച് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ഈ പുറമേ ഉള്ള ഈ പരിസ്ഥിതിയുടെ പ്രശ്നങ്ങളൊക്കെ അതിനൊക്കെ ഉപരി നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മളെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. അപ്പൊ ഏത് തരത്തിലുള്ള ഡയറ്റ്? ഡോക്ടർ പറഞ്ഞു ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എന്ന് പറഞ്ഞു, അല്ലാതെ നമ്മൾ ഒഴിവാക്കേണ്ട എന്തൊക്കെ കാര്യങ്ങൾ? കഴിയുന്നത് നമ്മളിപ്പോൾ വെള്ളവും ധാരാളം കുടിക്കണം. ഒഴിവാക്കുന്ന നമ്മൾ കഴിയുന്നതും ഈ ജങ്ക് ഫുഡ്, അതിപ്പോൾ ഏത് കാര്യത്തിലാണെങ്കിലും ഒരുപാട് അങ്ങനത്തെ ജങ്ക് ഫുഡ് അവോയ്ഡ് ചെയ്യുക തന്നെയാണ് പറയുന്നത്. പിന്നെ കൂടുതൽ സാലഡ്സ് ആഡ് ചെയ്യുക ഫുഡിൽ, കൂടുതൽ വെജിറ്റബിൾസ് ആഡ് ചെയ്യുക. അപ്പോൾ അവോയ്ഡ് ചെയ്യുന്നത് പിന്നെ ഫാറ്റി ഫുഡ്, അത് ഡെഫിനറ്റ്ലി നമ്മുടെ ഗ്ലൈസമിക് ഇൻഡെക്സ് ഹൈ ആയിട്ടുള്ള ഫുഡ്, അപ്പോൾ മുഖക്കുരു വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അത്തരം ഫുഡുകൾ അവോയ്ഡ് ചെയ്യാം. അതുപോലെ തന്നെ ഓയിലി ഫുഡ്സ്, നമ്മൾ ഒത്തിരി വറുത്തതും അല്ലെങ്കിൽ നെയ്യ് അടങ്ങിയ ഭക്ഷണങ്ങൾ, അധികം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണം അവോയ്ഡ് ചെയ്യാം. പിന്നെ ഡോക്ടറിന് ചർമ്മ സംരക്ഷണത്തിനായിട്ട് ഓരോരുത്തരോടും പറയാനുള്ള, ഓരോ ഏജ് ഗ്രൂപ്പിനും ഓരോ കാര്യമായിരിക്കണം. അതായത് പ്രത്യേകിച്ച് ഈ അഡോളസെന്റ് ഗ്രൂപ്പ്, അവർക്കൊക്കെ ഒരുപാട് ടെൻഷനുണ്ട്, മുഖക്കുരുക്കൾ വരുന്ന അവരുടേതായ ചർമ്മത്തിന്റെ പ്രത്യേകതയുണ്ട്. അപ്പോൾ ആ സമയത്ത് മേക്കപ്പ് ഉപയോഗിക്കാൻ ഒരു ടെൻഡൻസി അവർക്ക് കൂടുതൽ വരും. അപ്പോൾ ഈ അഡോളസെന്റ് ഏജിൽ അവരുടെ ഒരു സ്കിൻ എങ്ങനെയായിരിക്കും ട്രീറ്റ് ചെയ്യേണ്ടത്? ഫസ്റ്റ് തിങ് ഞാൻ പറഞ്ഞാൽ ഫുഡ് ആൻഡ് വെള്ളവും ഭക്ഷണവും ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ മുഖം ഒരു 3 പ്രാവശ്യം കഴുകുക. അപ്പോൾ തന്നെ ഈ പോസ് ക്ലോഗ്ഡ് ആവാതിരിക്കും. ഇപ്പോൾ നമ്മൾ പുറത്ത് പോയി വരുമ്പോൾ തന്നെ മുഖം കഴുകുക. അപ്പോൾ ക്ലോഗ്ഡ് പോസ് എല്ലാം, അടഞ്ഞ പോസ് എല്ലാം തുറക്കും. എന്നിട്ട് അതിന് നല്ലൊരു ക്ലെൻസർ ഉപയോഗിച്ചാൽ മാത്രം മതി. പിന്നെ വൺസ് ഇൻ എ വീക്ക്, അഡോൾസിൻ്റെ കാര്യമാണെങ്കിൽ വൺസ് ഇൻ എ വീക്ക് ദേ ക്യാൻ യൂസ് എ സ്ക്രബ്. അപ്പോൾ അത് ദാറ്റ് ഓൾസോ ഹെൽപ്സ്, നമ്മൾ ആ ക്ലോഗ്ഡ് പോസ് ഓപ്പൺ അപ്പ് ചെയ്യാൻ സഹായിക്കും. പിന്നെ മോയ്സ്ചറൈസർ, സ്കിന്നിന് സൂട്ട് ചെയ്യുന്ന രീതിയിലുള്ള മോയ്സ്ചറൈസർ, ദാറ്റ് ഷുഡ് ബി ഇനഫ്, അത് മതി. പിന്നെ പുറത്ത് പോകുമ്പോൾ സൺസ്ക്രീൻ ഉപയോഗിക്കാം. അതുപോലെ തന്നെ എല്ലാവർക്കും ഉള്ളൊരു ടെൻഡൻസിയാണ് കൂടുതൽ സൗന്ദര്യവർദ്ധക സാധനങ്ങൾ ഉപയോഗിക്കാൻ. അപ്പോൾ ഓരോന്നിനും ഓരോ പരസ്യം കാണുമ്പോൾ നമ്മൾ മാറി മാറി ട്രീറ്റ് ചെയ്യും. പലപ്പോഴും സ്കിന്നിനുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് കാരണം ചിലപ്പോൾ ഇത്തരത്തിൽ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ മാറി മാറി ഉപയോഗിക്കുന്നതാവും. മാറി അധികം ഉപയോഗിക്കാതിരിക്കുകയായിരിക്കും നല്ലത്. നമ്മളെ സ്കിന്നിന് സൂട്ട് ചെയ്യുന്ന ഒരു നമ്മൾ തന്നെ കണ്ടുപിടിച്ച്, ഇപ്പോൾ ടൈപ്പ് സ്കിൻ ഏതാ കണ്ടുപിടിച്ചിട്ട് കറക്റ്റ് അത് നമ്മൾ മാറി ഉപയോഗിക്കുമ്പോൾ അത് പിന്നെയും സ്കിന്നിനെ ഹാം ചെയ്യത്തുള്ളൂ. അത് ഓരോരുത്തരുടെ രീതിക്കുള്ള അനുസരിച്ചുള്ളത് കണ്ടുപിടിച്ച് അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അതുപോലെ തന്നെ ഈ സ്കിന്നിന്റെ ഒരു ആരോഗ്യത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ടാബ്ലറ്റ്സോ മെഡിക്കേഷൻസോ ഉണ്ടോ? ആന്റി ഓക്സിഡന്റ് ടാബ്ലറ്റ്സ് ഉണ്ടാവും, വൈറ്റമിൻ ടാബ്ലറ്റ്സ് ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചിലരെങ്കിലും ഓവർ ദ കൗണ്ടർ വാങ്ങിച്ച് ഉപയോഗിക്കാറുണ്ട് പെട്ടെന്ന് പോയിട്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുമ്പം ഡോക്ടറെ കണ്ട് ചെയ്യേണ്ടതിന്റെ ഒരു പ്രാധാന്യം, കഴിയുന്നതും ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷനിൽ ഡോക്ടറെ കണ്ടിട്ടാണ് ഇത്തരം മരുന്നുകൾ ഓവർ ദ കൗണ്ടർ മേടിക്കാതിരിക്കുക കഴിയുന്നതും. ആന്റി ഓക്സിഡൻസ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഗ്രീൻ ടീ അല്ലെങ്കിൽ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, അതിൽ അത് വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫുഡ്, ഫോർ എക്സാമ്പിൾ പൊമഗ്രാനൈറ്റ്, ഇതൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. ഓവർ ദ കൗണ്ടർ കഴിയുന്ന ആൻറ്റി ഓക്സിഡൻസ് അധികം മേടിക്കാതിരിക്കുക നല്ലത്. ഇപ്പോൾ ഡോക്ടറിൻ്റെ അറിവിൽ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലൈഫ് ഡോക്ടേഴ്സിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ പ്രേക്ഷകർ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കാണുള്ളൂ. നമ്മുടെ ശരീരത്തെ ഏറ്റവും വലിയ ഓർഗൻ എന്ന് പറയുന്നതാണ് നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത്. നമ്മുടെ ആത്മവിശ്വാസം വളരെയധികം നമ്മുടെ സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ചർമ്മത്തിൻ്റെ ആരോഗ്യമാണ് നമുക്ക് പൊതുവേ ഒരു ആത്മവിശ്വാസവും മറ്റുള്ളവരെ ഫേസ് ചെയ്യാനുള്ള ഒരു കാര്യവും തരുന്നത്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു കുറേ കാര്യങ്ങൾക്ക് ലേസർ ചികിത്സ ഉപയോഗിക്കാം. ഏറ്റവും പുതിയ ചികിത്സാ രീതിയാണ്. വളരെ കുറഞ്ഞ സിറ്റിങ്ങിൽ വേദനാരഹിതമായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ കേട്ട് കാണും. മുഖക്കുരുവിൻ്റെ കലകൾക്കും അതുപോലെ തന്നെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് നിറത്തിനും അമിത രോമ വളർച്ചയ്ക്കും ഒക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ലേസർ ചികിത്സ ഉപയോഗിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ളവർ ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് ലേസർ ചികിത്സയിലേക്ക് പോവുക. വേദനാരഹിത, പെട്ടെന്ന് തന്നെ ക്യൂർ ആകുന്ന ചികിത്സാ രീതിയാണ്. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നമസ്കാരം. You are
watching 24 from News Headquarters, Kochi.